രാജ്യത്തിന് വേണ്ടിയാണ് ധനമന്ത്രിമാർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ചേർന്നാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. ഇവർ പിന്തുണ പിൻവലിച്ചാൽ അപ്പോൾ തന്നെ മോദി സർക്കാർ താഴെ വീഴും. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തു. അതെല്ലാം നിർമ്മലാ സീതാരാമൻ എഴുതി വായിച്ചു. ഇതായിരുന്നു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. അഖണ്ഡ ഭാരതം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ പാർട്ടിയാണ് BJP. എന്തിനും ഏതിനും ദേശീയത പറയും. ഒപ്പം ഫെഡറൽ തത്വങ്ങൾ നിരന്തരം ലംഘിക്കും. മോദിക്ക് മുന്നിൽ ഇപ്പോൾ ഇന്ത്യയില്ല. 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ, ബീഹാറും ആന്ധ്രാപ്രദേശും. ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഞങ്ങളൊരു പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു, അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല. 24,000 കോടി, അതിനെപ്പറ്റി മിണ്ടിയില്ല. ആകെ ഈ 2 സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല, മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവും ആയുസ്സും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത്. ലോക്സഭയിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല. BJPയുടെ അംഗബലം 240. 16 സീറ്റുകളുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയുടെയും 12 സീറ്റുകളുള്ള നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും പിന്തുണ കൊണ്ടാണ് മോദി ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിന് 26,000 കോടി രൂപയുടെയും ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപയുടെയും പ്രത്യേക പാക്കേജുകൾ അനുവദിച്ചു. ഇതിനു പുറമെ ഇരു സംസ്ഥാനങ്ങൾക്കും ഒട്ടേറെ പദ്ധതികൾ വാരിക്കോരി നൽകി. ബീഹാറിനും ആന്ധ്രയ്ക്കും കൂടി ആകെ ലഭിക്കുന്നത് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ്. We will support development of an industrial node at Gaya. This corridor will catalyze industrial development of the eastern region. The industrial node at Gaya will also be a good model for developing our ancient centers of cultural importance into future centers of modern economy. This model shall showcase Vikas B, Virasat B in our growth trajectory. ബീഹാറിനും ആന്ധ്രയ്ക്കും അപ്പുറത്ത് ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ എന്തെന്നറിയണമെങ്കിൽ വർഗീയതയ്ക്കും വിഭജന രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഇന്ത്യ ഉണ്ടെന്ന് മനസ്സിലാക്കണം. മോദിക്കും സംഘപരിവാറിനും ഇല്ലാത്തതും ഈ വിശാല ദേശീയ ബോധമാണ്.